എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിലേക്ക് വീണ്ടും ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലേക്ക് വീണ്ടും ഏൽപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ആ ഒരു കുറച്ചുകൂടി ഉയർന്ന തസ്തികകളിലേക്ക് ഇരുത്തിക്കൊണ്ട് തനിക്ക് അനുയോജ്യമായ രീതിയിൽ വരുത്താനുള്ള നീക്കമാണോ ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്? അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നിലവിലുണ്ടായിരുന്നു. എം.ആർ. അജിത് കുമാറിന്റെ ആ ഒരു ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ PV അൻവറുമായി ബന്ധപ്പെട്ട് PV അൻവറിന്റെ സ്വർണ്ണക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകുന്നത് എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട്. അത് മാത്രമല്ല, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തൃശൂർ പൂരം കലക്കിയത് എം.ആർ. അജിത് കുമാർ മനഃപൂർവ്വമാണ്. അതുകൂടാതെ RSS നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇത്തരത്തിൽ എം.ആർ. അജിത് കുമാറിനെ വെട്ടിലാക്കുന്ന രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് RSS-ഉമായുള്ള ബന്ധമൊക്കെ വലിയ രീതിയിൽ അതെല്ലാം ചർച്ചയായിരുന്നു. അപ്പോ അത് മാത്രമല്ല, പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. അപ്പൊ വിശ്വസ്തനെ മാറ്റി നിർത്താൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനിയിപ്പോ എന്തായാലും 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ഈ പോലീസുകാരെ എല്ലാം സ്ഥാനക്കയറ്റത്തിന്റെ ഒരു ദിവസമാണ്. പല പോലീസുകാരും IG-യിൽ നിന്ന് DIG-യിൽ നിന്ന് IG-യിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം എം.ആർ. അജിത് കുമാറിനെ ഈ ഒരു ഇടയിൽ പതിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. എനിക്കൊന്ന് ഒക്ടോബർ മാസമായിരുന്നു അദ്ദേഹത്തിനെ എക്സൈസ് കമ്മീഷണറായിട്ടായിരുന്നു അദ്ദേഹത്തിനെ സ്ഥലം മാറ്റിയത്. അതിനുശേഷം എക്സൈസ് കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോൾ അധിക ചുമതലയായിട്ട് അദ്ദേഹത്തിന് ബെപ്കോയുടെ ചെയർമാൻ സ്ഥാനം വരെ കൊടുക്കുന്നത് നമ്മൾ കണ്ടാണ്. അപ്പൊ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് കേരള സർക്കാർ എന്നാണ്. അതായത് കേരളത്തിനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി സ്നേഹിച്ചത് എം.ആർ. അജിത് കുമാറിനെയായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പോ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലക്കലിന് IG ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ സർക്കാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സർക്കാർ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കാൻ സംഘങ്ങളെ ഒന്നും രൂപീകരിച്ചിട്ടോ ഒന്നുമില്ല. അന്വേഷണം കഴിഞ്ഞു എന്നുള്ള ന്യായീകരണമൊക്കെ കൊടുത്തുകൊണ്ട് സർക്കാർ അതിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത് മാത്രമല്ല, ഇപ്പൊ PV അൻവറിന്റെ കോഴ വിഷയത്തിലാണെങ്കിൽ ഹൈക്കോടതി ക്ലീൻ ചീറ്റ് കൊടുത്തു. ആ ക്ലീൻ ചീറ്റ് കൊടുത്തതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പതിയെ എം.ആർ. അജിത് കുമാറിനെ വീണ്ടും ആ ഒരു സ്ഥാനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി കയറ്റാൻ ശ്രമിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് പിണറായി വിജയന് തന്റെ രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ പോലീസ് സംവിധാനം വേണം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്കോ മറ്റാർക്കും ഒരു കാര്യവും അല്ലെങ്കിൽ ഒന്നിലും കൈകടത്താൻ കഴിയില്ല. അവിടെ ഇപ്പം ഭരണാധികാരിയാണെങ്കിലും മറ്റാളുകളാണെങ്കിലും ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പം ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് പിന്നെ തീരുമാനിക്കുന്നത്. അപ്പോഴത്തെ ഏറ്റവും വലിയ പവർ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കാണ്. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത് അതേപോലെ ആജ്ഞ അനുസരിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള എം.ആർ. അജിത് കുമാറിനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുക. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് വിഷയങ്ങൾ എം.ആർ. അജിത് കുമാറിന്റെ പേരിലുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കോഴകൾ പോലും, അല്ലെങ്കിൽ RSS-ഉമായിട്ടുള്ള അടുത്ത ബന്ധം പോലും, RSS-ഉമായിട്ടുള്ള അടുത്ത ബന്ധവും പിണറായി വിജയനുമായിട്ടുള്ള ആത്മബന്ധവും, ഇത് രണ്ടുമാണ് പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇയാളെ മാത്രം സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യം. അവിടെയാണ് RSS-ഉമായിട്ടുള്ള ബന്ധമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും പുറത്തേക്ക് വരുന്നത്. അപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ആളുകളെ കയറ്റുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും. അത് സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അധികാരം കയ്യിലുണ്ടെങ്കിൽ തന്റെ ഏറ്റവും അടുത്ത ആളുകളെ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അല്ല, ഇതിലൂടെ ഇപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന CPM-നെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിമർശനങ്ങളും ഉയർന്നൊരു സാഹചര്യമാണ്. ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് മറ്റ് പല അഴിമതി കേസുകളും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോടടുക്കുമ്പോൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോ ഈ പറയുന്ന എം.ആർ. അജിത് കുമാറിനെ പോലെ അല്ലെങ്കിൽ മറ്റു പലരെയും പോലെ ആ ഒരു സ്ഥാനങ്ങളിലേക്ക് തന്റെ വിശ്വസ്തന്മാരെ ഏൽപ്പിക്കുമ്പോൾ അത് തങ്ങൾക്ക് വലിയൊരു കവചമായി മാറുമെന്നുള്ള ഒരു ആത്മവിശ്വാസം CPM-നും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു നീക്കങ്ങൾക്ക്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങളിൽ ഇപ്പോ സർക്കാർ സംവിധാനത്തിലിരിക്കുന്ന ആളുകൾക്ക് മുൻകൂട്ടി ഈ കാര്യങ്ങളെല്ലാം അറിയാം. പല പോലീസുകാരുമാണ് കേരളത്തിലെ പല കേസുകളുടെയും കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത്. ചില രഹസ്യ സ്വഭാവമുള്ള കേസുകൾ, ആ കേസുകളുടെ FIR ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ആരാണ് ചോർത്തി കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആ രഹസ്യ സ്വഭാവമുള്ള അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ അതാരാണ് ചോർത്തി കൊടുക്കുന്നത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തുവിട്ട് കമ്മ്യൂണൽ വയലൻസ് പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല പോലീസുകാരും ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പല ന്യൂസുകളും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. അവരിഷ്ടപ്പെടുന്ന പാർട്ടി, അവരിഷ്ടപ്പെടുന്ന ആളുകൾ, അവരിഷ്ടപ്പെടുന്ന നേതാക്കന്മാർ, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പോലീസുകാർ. CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമായിരുന്നു PSC.
PSC പോലും അഴിമതി നടത്തി 2 പേരെ പോലീസിൽ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് 1ാം റാങ്കും 2ാം റാങ്കും പിന്നീട് ആ റാങ്ക് ലിസ്റ്റ് തന്നെ അയോഗ്യമാക്കി കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത്രയ്ക്ക് നാണുകെടുത്തിയ ഒരു സാഹചര്യമാണ്. അപ്പോൾ എല്ലാ കാലത്തും CPM പ്രതിരോധത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് CPM ഏറ്റവും അടുത്ത ആളുകളെ പാർട്ടിയിലേക്ക് തിരികെ കയറ്റുക, അല്ലെങ്കിൽ പിൻവാതിൽ വഴി തിരികെ കയറ്റുക. ഈ MR അജിത് കുമാറിന്റെ കാര്യത്തിൽ ഈ പറയുന്ന ഇദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പറയുന്നത് RSSുമായുള്ള അല്ലെങ്കിൽ സംഘപരിവാറുമായുള്ള ഇവരുടെ ബന്ധത്തെ കുറിച്ചായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ സാധാരണ പലരും പറയുന്നത് പോലെ തന്നെ BJP CPM തമ്മിലുള്ള അന്തർധാര വീണ്ടും സജീവമാകുന്ന രീതിയിലേക്ക് RSSനെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ RSSനെ അനുകൂലിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ CPM കൂടെ ഉണ്ടെങ്കിൽ, അതും ഇത്രയും വലിയൊരു പദവിയിലിരിക്കുന്ന ADGP പോലെയുള്ള പദവിയിലിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് CPM വലിയ രീതിയിൽ ഗുണം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിൽ ഇവർക്ക് സാധിക്കാതെ പോയിരുന്ന ആ ഒരു അന്തർധാര സജീവമാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിയമസഭയിൽ സാധ്യമാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പദ്ധതികളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത്തരത്തിൽ ഇപ്പോ തൃശ്ശൂർ എങ്ങനെയാണ് BJP പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ഉത്സവം തന്നെയായിരുന്നു. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മലയാളികളുടെ അഭിമാനപരമായിട്ടുള്ള ഉത്സവമാണ്. ആ ഉത്സവത്തിനെ കുളമാക്കി. ആ കുളമാക്കിയിട്ട് സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ട് അവിടെ ഇറങ്ങിച്ചെല്ലാനുള്ളൊരു പ്ലേസ് ഉണ്ടാക്കി കൊടുത്തു. സുരേഷ് ഗോപി എങ്ങനെ അവിടെ എത്തി? അതിപ്പോഴും സുരേഷ് ഗോപി പോലും വ്യക്തമാക്കാത്തൊരു ചോദ്യമാണ്. സുരേഷ് ഗോപി പറയുന്നത് ഞാൻ ആശുപത്രിയിൽ വയ്യാതെ കടന്നിരുന്ന, അതുകൊണ്ടാണ് ഞാൻ ആംബുലൻസിൽ വന്നത്. നമ്മൾ പറയുമ്പോ അല്ല, അദ്ദേഹം എങ്ങനെയാ അത് അറിഞ്ഞു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. കാരണം ഇവിടെ പൂരം കലക്കൽ നടക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ആശുപത്രിയിലായിരുന്നെങ്കിൽ ആശുപത്രിയിൽ നിന്നും ഇവിടെ എത്താനുള്ള സമയമുണ്ടല്ലോ ഈ ഒരു സംഭവത്തിന് ശേഷം. എന്തുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ചില്ല? അതെ, ആ സമയത്ത് അവിടെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു, എതിർപക്ഷത്തിരിക്കുന്ന സ്ഥാനാർത്ഥികളില്ലായിരുന്നു. ഈ സ്ഥാനാർത്ഥികളെ ഒന്നും വിളിക്കാതെ സുരേഷ് ഗോപിക്ക് മാത്രം അവിടെ ഒരു സ്കോപ്പ് ഒരുക്കി കൊടുത്തത് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സുരേഷ് ഗോപി പെട്ടെന്ന് ആംബുലൻസിൽ കയറി വരുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നതാണ്, എനിക്ക് വയ്യാതിരുന്നതാണ്, എന്നിട്ടും ഞാൻ ഇവിടെ വന്നു. പൂരം കലക്കിയത് കൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പൂരം കലക്കി അവിടെയാണ് RSSും ഈ MR അജിത് കുമാറുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് പിണറായി വിജയനും MR അജിത് കുമാറും തമ്മിലുള്ള ആത്മബന്ധത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. സാധാരണപ്പെട്ട മനുഷ്യൻ ചിന്തിക്കുമ്പോൾ എന്താണ്? ഈ രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. അവിടെ എന്തോ ഒരു അജണ്ട സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. ആ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടത് എന്ന് അല്ലെങ്കിൽ നടന്നത് എന്നുള്ളത് ഈ യാഥാർത്ഥ്യം. അത് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായി കിടക്കുന്നതാണ്. അപ്പോൾ തൃശ്ശൂര് പോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഉത്സവങ്ങൾ കലക്കിക്കൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം BJP ആണെങ്കിൽ പല തവണ പല ആളുകളോടും പറയുന്നതാണ്, ഹിന്ദുക്കളെ നിങ്ങൾ ഉണരൂ, നിങ്ങൾ ഉണർന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ പരമ്പരയെ രക്ഷിക്കാൻ കഴിയൂ. എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഉണരണം, നിങ്ങൾ ഉണരണം, നിങ്ങൾ ഉണരണം. ഈ ഉണർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. എല്ലാ ആളുകളും ജനിച്ച് വീഴുന്ന ദിവസം തൊട്ട് അവർ കണ്ടു വളരുന്നതും അവർ കേട്ട് വളരുന്നതും അവർ പോയി പരിശീലിക്കുന്ന ഒന്നാണ് ഈ ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അത് അവരവരുടെ വിഷയങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഭരണഘടനാപരമായിട്ട് എല്ലാവർക്കും അവരുടെ മതവിശ്വാസത്തെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിൽ പരിശീലിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാക്കിയതാണോ എന്നുള്ള സാധാരണപ്പെട്ട മനുഷ്യരുടെ സംശയം. അവിടെയാണ് MR അജിത് കുമാറിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ ആയിരിക്കും? അല്ലെങ്കിൽ BJPയും CPMും തമ്മിൽ എന്തെങ്കിലും ഡീല് സംഭവിച്ചിട്ടുണ്ടോ? ആ ഡീലിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഇപ്പം ഹർഷ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, കേസുകൾ, ഈ കേസുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെന്റുകൾ നടത്താം. വളയത്തില്ല എന്ന് പറയുന്ന പല നേതാക്കന്മാരെയും ഉദ്യോഗസ്ഥരെയും വളച്ചെടുക്കാൻ കഴിയും. ഉന്നത തലത്തിലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ ഒരു സെറ്റിൽമെന്റ് സംസാരിക്കാൻ കഴിയും. അവിടെ ഒരു നെഗോസിയേഷൻ ഒരാളെ കിട്ടുകയാണ്. അപ്പൊ അത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളാണ് പിണറായി വിജയൻ, ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളാണ് MR അജിത് കുമാർ. അപ്പോ അവിടെ എന്തൊക്കെയോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് MR അജിത് കുമാറിനെ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്.